സുവിശേഷത്തിൽ ധനികനായ യുവാവിനെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. അവൻ്റെ ജീവിതത്തിൻ്റെ ദുരന്തം എന്ന് പറയുന്നത് അവൻ സമ്പത്ത് സ്വന്തമാക്കി എന്നുള്ളതല്ല, സമ്പത്ത് അവനെ സ്വന്തമാക്കി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തിന് പോലും അവനെ സ്വതന്ത്രനാക്കാനായിട്ട് സാധിക്കാതെ പോകുന്നത്. അവന് സന്തോഷം അല്ലെങ്കിൽ ആനന്ദം നൽകാനായിട്ട് സാധിക്കാതെ പോകുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മളെ സ്വന്തമാക്കിയ എന്തെങ്കിലും കാര്യങ്ങൾ, നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ, പക്ഷേ അവ നമ്മളെ സ്വന്തമാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന ചെയ്യാം. സമ്പത്ത് തന്നെയായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ ചില ബന്ധങ്ങളായിരിക്കാം, ചില തെറ്റായ ചിന്താഗതികളായിരിക്കാം, നമ്മുടെ അഹങ്കാരമായിരിക്കാം. ഇത്തരം ഏതെങ്കിലും കാര്യങ്ങൾ നമ്മളെ സ്വന്തമാക്കി നമ്മളെ നിയന്ത്രിച്ച് നിർത്തുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം. അങ്ങനെ നിയന്ത്രിച്ച് നിർത്തിയാൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് സാധിക്കാതെ വരുന്ന അവസ്ഥകൾ ഉണ്ടാകുമെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ധനികനായ യുവാവ്. അവൻ സങ്കടത്തോടെ യേശുവിൻ്റെ അടുത്ത് നിന്ന് തിരിച്ചു പോയി. യേശുവിൻ്റെ അടുത്ത് നിന്ന് സങ്കടത്തോടെ തിരിച്ചു പോയ ആളുകൾ അധികമില്ല. സങ്കടത്തോടെ തിരിച്ചു പോയ ഒരുവനാണ് ഈ ധനികനായ യുവാവ്. കാരണം അവനെ സ്വന്തമാക്കിയത് യേശുവല്ല, ദൈവമല്ല, അവനെ സ്വന്തമാക്കിയത് സമ്പത്താണ്. നമ്മുടെ ജീവിതത്തെ നമുക്ക് ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കാം.